നല്ല നിലയിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. തോന്നുന്നത് നേരത്തെ ഇവിടെ നടന്ന ചർച്ചകൾ പലതുമുണ്ട്. എന്നാലും ഇന്നത്തെ യോഗത്തിൻ്റെ അന്തിമ വേണ്ടിയാണ് തീരുമാനമെടുക്കുന്നത്. നമ്മുടെ താലൂക്കിലെ 62 ബാങ്കുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഈ തരത്തിലുള്ള സമരവുമായിട്ട് ബാങ്കുകളിലെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെയും നിർബന്ധമായും രാവിലെ തന്നെ താലൂക്കിലെ ആളുകളാണ് ആദ്യം എത്തേണ്ടത്. ആ പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചത്. സ്ഥലങ്ങളിൽ നിന്ന് അല്പം വൈകിയാൽ ആദ്യമായി എത്തേണ്ടത് കൊല്ലം താലൂക്കിലെ ഏറ്റവും അടുത്ത എന്നതിൽ നമ്മളായിരുന്നു. അതിനൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഏരിയകളിൽ തിരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ഒന്ന് നടത്തിയാൽ എല്ലാവരും കോർഡിനേറ്റ് വന്നാൽ പരമാവധി വിജയിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ മറ്റ് താലൂക്കുകളെ അപേക്ഷിച്ച് ഒരു പ്രവർത്തനത്തിൽ നമ്മൾ സജീവമാകാതിരിക്കുന്ന കൊല്ലത്താണ്. അതൊന്ന് സജീവമാക്കാൻ വേണ്ടിയാണ് ഇത്ര നല്ലൊരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഈ സെമിനാർ വിജയിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ താലൂക്കിലെ മഹല്ലുകളുടെ ഒരു ശാക്തീകരണം, പ്രവർത്തനങ്ങൾ, ഏകീകരണം ശക്തമാക്കി എടുക്കാൻ കഴിയും. ആദ്യമായി നമ്മൾ പതാകത്തിലും രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞാൽ ഒരു പ്രതിനിധി സമ്മേളനം, ആ പ്രതിനിധി സമ്മേളനം ഏതാണ്ട് 11 മണി വരെ നിൽക്കുകയും 12 മണി മുതൽ നമ്മുടെ ഇപ്പോഴത്തെ ദക്ഷിണ ലീഡേഴ്സ് നമ്മുടെ ലീഡേഴ്സ് മീറ്റ് ആണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലായേഴ്സ് അഡ്വക്കേറ്റുമാരുടെ നമ്മുടെ ഒരു നല്ല സംഘം ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി 50 വർഷം തികഞ്ഞ അഡ്വക്കേറ്റ് ടി.പി. ഇബ്രാഹിം ഖാൻ സാഹിബ് ചെയർമാൻ, അഡ്വക്കേറ്റ് കുറ്റി ഷാനവാസ് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. കൺവീനറായിട്ട് നല്ലൊരു കമ്മിറ്റി എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ അഡ്വക്കേറ്റുമാരുടെ നമുക്ക് നമ്മുടെ സമുദായത്തിന് ശരിക്കും പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ഒരു സൗജന്യമായി നമുക്ക് ഈ നിയമസഹായങ്ങളൊക്കെ നൽകപ്പെടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദക്ഷിണ ജമാഅത്ത് ഫെഡറേഷൻ നിയമ ബോർഡ് ലീഗൽ ഫോർ ജമാഅത്ത് ഫെഡറേഷൻ ലീഗൽ ഫോർ, അതിനകത്തിപ്പോൾ പരമാവധി നമ്മുടെ തെക്കൻ മേഖലയിലുള്ള എറണാകുളം, ആലപ്പുഴ, കൊല്ലം, ട്രിവാൻഡ്രം, പത്തനംതിട്ട, പിന്നെ കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിലെ വക്കീലന്മാരൊക്കെ വളരെ സജീവമായി അതിനകത്ത് അണിനിരക്കുന്നു. അപ്പോൾ അവരെല്ലാം വരാൻ സാധ്യതയുണ്ട് നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു സെക്ഷനായിട്ട് ലീഗൽ ഫോറത്തിൻ്റെ ഒരു മീറ്റിംഗ് നടത്തണം. അതിനുശേഷം 2 മണി മുതൽ ഒരു ഇൻ്റർനാഷണൽ മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് സുലൈമാൻ മേപ്പട്ടൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അദ്ദേഹം ഈ ഗൾഫ് കൺട്രീസിലൊക്കെ നന്നായി ക്ലാസ് എടുക്കുന്ന ആളാണ്. എല്ലാ ഭാഗങ്ങളിലും ജമാഅത്തിൻ്റെ ശാക്തീകരണം, മഹല്ലുകൾ അദ്ദേഹത്തിന് 2 മണി മുതൽ 4 മണി വരെ അദ്ദേഹം എൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ അതുകൂടി നമ്മൾ പരിപാടി സമാപിക്കുകയാണ്. പിന്നെ അവസാനം സമാപനത്തിൽ നമുക്ക് എന്താ നിർത്തേണ്ടത് അതുകൂടി നമുക്ക് ആലോചിച്ച്, എന്തായിരുന്നാലും പരമാവധി നമ്മൾ ആ ലീഗൽ ഫോറം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നത് പുതിയ MP അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനാണ്. ഹാരിസ് ബിരാൻ ജമാഅത്ത് ഫെഡറേഷൻ്റെ 1-2 പരിപാടികൾക്ക് ഇവിടെ വന്നയാളാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് സമയം തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒന്ന് സൗദി KMCCയുടെ പരിപാടിക്ക് പോകാൻ വേണ്ടി ഒന്ന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവസാനത്തുമ്പോൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രതിനിധി സമ്മേളനം നമ്മുടെ MP NK പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നൗഷാദ് MLA ഉൾപ്പെടെയുള്ള വളരെ കാര്യപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ ഈ സെമിനാർ നടത്തണം. ഇതിപ്പോൾ 1000 പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ 1000 പ്രതിനിധികളെ നമ്മളവിടെ തേച്ച് എടുക്കണം. അതിലിപ്പോൾ ഈ ഓഡിറ്റോറിയം 10-ാം തീയതി നമ്മൾ നോക്കിയത് കഴിയില്ല, അവർ നേരത്തെ ബുക്കിംഗ് ആയി. അതുകൊണ്ടാണ് 17-ാം തീയതി ആക്കിയത്. അതുതന്നെ ഒരു സൗജന്യമായി തന്നെയാണ് നമുക്ക് ഓഡിറ്റോറിയം തരുന്നത്. എൻ്റെ ക്ലീനിങ് ചാർജും പിന്നെ AC-യുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന പൈസയും മാത്രം നമ്മൾ കിട്ടാൻ മതിയാവും. അപ്പോൾ ഇത്തരം പരിപാടികളാണ് നടത്തേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിക്കേണ്ടതും സഹകരിക്കേണ്ടതും കൃത്യമായി സമയം നീക്കം
കൂടാതെ പങ്കെടുക്കുകയും ചെയ്യുന്നത് കൊല്ലം താലൂക്കിലെ ആളുകളാണ്. അപ്പോൾ കൊല്ലം താലൂക്കിലെ മഹല്ലുകളെ നമുക്ക് എങ്ങനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ ആളുകളെ ഒന്ന് പ്രയത്നിച്ച് കൊണ്ടുവരാൻ കഴിയും, അതിനെക്കുറിച്ചുള്ള നല്ല ഒരു ചർച്ചയും തീരുമാനമുണ്ടാകണം.